അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തത് ലോങ് ആയി പോകുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ സാമ്പാറൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ ചോറിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കട്ടോ. ഇന്ന് ബീൻസ് ഉപ്പേരിയാണ്, അപ്പോൾ അതിനുള്ളത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കയ്യിൽ തുണിയൊക്കെ കെട്ടി തന്നാട്ടോ അമ്മ. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീൻസൊക്കെ ഇതാ ചെറുതാക്കി കട്ട് ചെയ്യാട്ടോ. അങ്ങനെ ഇതാ ബീൻസ് ഉപ്പേരിന് വേണ്ടി ബീൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ എന്താ ഈ കുത്തിന്ന് പഠിക്കുന്നില്ല കേട്ടോ. മോന് മദ്രസയിലോട്ട് നബിദിനത്തിന് ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിറിക്സ് നോക്കിയിട്ട് ഞാനിതാ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ സോങ്സിൽ ചില വരികളൊക്കെ ഈ 2 വട്ടം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടിയാലും കുട്ടിക്ക് കാണാതെ അറിയില്ല വെച്ചാൽ ഞാൻ നോട്ട്സിൽ എഴുതിയിട്ട് അവനെ നോക്കി പഠിക്കാൻ വേണ്ടി വെച്ചാട്ടോ. അപ്പോൾ അതിനുള്ള ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കൊരു ടോയ്സ് മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരികയാണ്. പിന്നെ നമ്മളിതാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. അതിന് മുന്നേ ഇതാ ആ എണ്ണയിലാണ് നമ്മൾ കുറച്ച് പപ്പടം ഇതാ കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കാച്ചി അതിലോട്ട് ഇതാ കടുകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടെ ചതച്ചതാട്ടോ. അങ്ങനെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ബീൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബീൻസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ ബീൻസ് ഇതാ കുക്കാൻ വേണ്ടി നമ്മളിത് അടച്ചു വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഞാനിതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. പപ്പടം കോഴിമുട്ടയും ബീൻസ് ഉപ്പേരും പിന്നെ മോന് രാവിലെ കൊടുത്തിട്ടുള്ള വെണ്ടക്കപ്പേരും കൊണ്ട് കൂട്ടിയിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മോന് മദ്രസയിലോട്ട് ഇതാ ഈ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു ജാക്ക് ഫ്രൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അതൊക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫനസും പേരും ഒക്കെ എഴുതാണ്ടായിരുന്നു, അതും കൂടിയാണ് എഴുതട്ടെ. അപ്പോൾ നമ്മൾ ചിത്രമൊക്കെ വരച്ച ശേഷം പിന്നെ അതിൽ ഹെഡിങ് ആയിട്ട് ഇതാ ഇതിൻ്റെ അറബിക്കിൽ പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ്റെ പേരും ക്ലാസും ഡിവിഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.